അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആണല്ലോ, എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണല്ലോ. ചേച്ചി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അച്ചായൻ്റെ പെങ്ങളെ മോളാണ്. എന്നെക്കാൾ 2 വയസ്സ് മൂത്താണ്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരുടെയും യാദൃശ്ചികമായിട്ടാണോ അറിയത്തില്ല, ഒരു ഡേറ്റില്ല, August 3-നാണേ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ അവിടെ ചെന്നപ്പം ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എന്തെങ്കിലും, അപ്പം സാധാരണ നോർമലി അമ്മ മരിച്ചുകൊണ്ട് വീട്ടിൽ ആഘോഷങ്ങളല്ല, തന്നെ ആഘോഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി എന്തെങ്കിലും കൊച്ചു പറഞ്ഞു പായസം വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനത് പറഞ്ഞു, ചേച്ചിയോട് പറഞ്ഞാൽ ഞാനൊന്ന് പായസം കിറ്റ് വാങ്ങിച്ചിരുന്നു, ഇന്ന് പായസം വെക്കാൻ പറഞ്ഞു. ചേച്ചിയോട് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാം. അപ്പം പോയി ചേച്ചിക്ക് ഒരു പായസ കിറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പായസമൊക്കെ ഉണ്ടാക്കിയത് കുടിക്കാം. അപ്പം കുറച്ച് ദിവസമായി പിള്ളേരും പറയുന്നു മന്തി വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ അടുത്ത് ഒരു മന്തിക്കട തുടങ്ങിയിട്ടുണ്ട്, യമനി മന്തി എന്തോ. അപ്പം ജസ്റ്റ് ഒന്ന് അവിടെ പോയി ഒരു മന്തി കൂടെ വാങ്ങിച്ച് എല്ലാവരും കൂടെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാം. കൊച്ച് ഓൾറെഡി ചേച്ചിയുടെ വീട്ടിലുണ്ട്. അപ്പം നമ്മൾ ഇതേണ്ട് വണ്ടി എടുത്തു, നേരെ പോയി ആദ്യം പായസ കിറ്റ് വാങ്ങിക്കാം. പായസ കിറ്റ് വാങ്ങിച്ച് പാലും വാങ്ങിച്ച് ചേച്ചിയുടെ കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് മന്തി വാങ്ങിക്കുന്ന കാര്യം ചേച്ചി പറയാം, പൈസ ഒന്നും കളയേണ്ട, വാങ്ങിക്കണം എന്നൊക്കെ പറയവേ. അതിന് നമുക്ക് വാങ്ങിച്ചേക്കാം, രസമല്ലേ. നമ്മൾ രണ്ട് കവലിലെത്തി, നമ്മുടെ അപ്പൂൻ്റെ കടയാണ്, അവിടെ നിന്ന് ഞാൻ സാധനമല്ല വാങ്ങിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പായസ കിറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാം. നീ ഓർമ്മ എടാ, പായസ കിറ്റുണ്ടോ? പായസ കിറ്റ് ആടാ. പിന്നെ എന്നാ ഉള്ളത്? സേമിയ ഉള്ളൂ? എന്നാൽ 2 സേമിയ. അതിന് എത്ര പാക്കറ്റ് പാല് വേണം? 1.5 ലിറ്റർ പാലെന്ന് പറയുമ്പോൾ എത്ര ഗ്ലാസ് ഉണ്ട്? നീ കച്ചവടം ഞാൻ നിനക്ക് അറിയണമല്ലോ. അപ്പൊ അതെ പാലും അടയുടെ മിക്സ് പാക്കറ്റൊക്കെ വാങ്ങിച്ചോളാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാം. മീൻ വന്നിട്ടുണ്ട്, മീൻ ചാകര കിളിമീനാന്ന് തോന്നുന്നത്. ചാകര കേട്ടോ, ചുമന്ന് നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വഴി എന്റെ ദൈവമേ, ഇത് പോസ്റ്റ് കമ്പനിയിലോട്ടുള്ള വഴിയാണ്, വലിയ കൊത്ത് കയറ്റവാ. ഈ വഴി എന്നല്ല, നമ്മുടെ വാഗ്ദാനം പഞ്ചായത്തിലെ വഴികൾ മുഴുവൻ ഇതിന്റെ അപ്പുറമായിട്ട് കിടക്കുവാണ്. ഇത് എന്തോ പൈപ്പ് ലൈന് വേണ്ടിയിട്ട് 2 സൈഡും കുഴിയെടുത്തു. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് മൊത്തം കുഴി എന്ന് പറഞ്ഞാൽ മൊത്തം കുഴി ഉണ്ടോ? ഈ കുഴിയൊക്കെ ഉണ്ടോ? ഒരു രക്ഷയില്ലാത്ത കുഴിയാണ്. ഈ വഴി ഓടി എന്റെ വണ്ടിയുടെ ബാലൻസ് റാഡും സാധനങ്ങളെല്ലാം പോയി ടക്കടക്കടക്കെന്ന് പറഞ്ഞിരിക്കുക. ഇതുകൊണ്ട് കയറ്റത്തിന്റെ തുപ്പ വരുമ്പോൾ വലിയൊരു കുഴി. ഇത് ചാടിച്ചാടിയാ പോയത്. സ്ഥിരം നമ്മൾ ഈ വഴിക്ക് വരുന്നതായതുകൊണ്ട് ഇത് ചാടിയാണ് കമ്പ്യൂട്ടർ വണ്ടി പോയത്. അതുകൊണ്ട് ഞാനിപ്പോൾ വണ്ടി പണിയാതിട്ടിരിക്കുക. കാരണം ഈ വഴി തീർന്നിട്ട് പണിയാൻ വേണ്ടി ഇരിക്കുക. കാരണം അല്ലെങ്കിൽ വീണ്ടും പഴയ വരുവം തന്നെയാവും. എന്നത് പണിയോന്ന് അറിയത്തില്ലല്ലോ. പറയാനാ നമ്മുടെ നാട്ടിലെ റോഡിന്റെ കംപ്ലീറ്റ് അവസ്ഥ ഇതാ കേട്ടോ. നമ്മുടെ വാകത്താനം പഞ്ചായത്തിലെ റോഡുകളുടെ കംപ്ലീറ്റ് അവസ്ഥ, മെയിൻ റോഡുകൾ പോലും ഇതിനപ്പുറത്തെ അവസ്ഥയിലാണ് കിടക്കുന്നത്. പിന്നെ ഈ വൈ റോഡിന്റെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? ഇത് വൈ റോഡല്ല, ഇതൊരു അത്യാവശ്യം മെയിൻ റോഡാണ് കേട്ടോ. അങ്ങനെ നമ്മള് ചേച്ചിയുടെ വീട്ടിലെത്തി. അപ്പൊ പായസ കിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വയ്യ ഉണ്ണിയായിട്ട് മന്തി വാങ്ങിക്കാൻ പോവാം. ഇപ്പൊ എന്നെ കാണുമ്പോൾ ഇവരെല്ലാവർക്കും പേടിയാ. കാരണം അവൻ ക്യാമറയും പിടിച്ചോണ്ട് വരുന്ന പറയുന്നത്. ചേച്ചിയുടെ വീട്ടിൽ ഇവിടെ കളിച്ചോണ്ടിരിക്കുകയാണ്. ഇതിനല്ലോ കളിയാ, കുളിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. അച്ചു പിന്നെ കുളിപ്പിച്ചോളും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്. അപ്പത്തേ ഞങ്ങൾ 2 പേരുടെ നേരെ പോവാണേ. കുഞ്ഞുണ്ണി വരണമെന്ന് വേഗമായിരുന്നു. ഞങ്ങൾ അവനെ പയ്യെ ഒതുക്കി അല്ലടാ, ഒതുക്കിയിട്ട് ഞങ്ങൾ 2 പേരുടെ പോവാ. ഇവിടുന്ന് വാങ്ങിച്ചില്ല കേട്ടോ. ഉമ്മാരാ പറഞ്ഞു എന്നാ വാങ്ങിയടാ? ജെല്ലിക്കെട്ട് അവിടെ ഉണ്ടോ? അതിൽ അവരുടെ മെനു ജെല്ലിക്കെട്ടില്ലെന്ന് തോന്നുന്നു. നോർമലാണോ? നല്ലത് നോർമൽ. അപ്പൊ മസാല അല്ലെ ബീഫ് നോക്കാം. അവിടെ ചെന്നിട്ട് നമുക്ക് അതിന്റെ മെനു നോക്കാം. ഇവിടെ തെങ്ങണായിട്ടിയേ. ഇതാണ് യമനി മന്തി. അപ്പൊ നമുക്ക് ഇവിടെ ഓർഡർ കൊടുത്തിട്ട് അപ്പൊ പോയി പെട്രോൾ അടിച്ചിട്ട് വരാം. അല്ലേടാ നീ? നമ്മളന്നേരം ഇതിലൊരു നോർമൽ മന്തി, ഒരു സ്പൈസി മന്തി പറഞ്ഞു കേട്ടോ. 5 മണിയാകുമ്പോൾ ഇപ്പൊ പൊക്കോന്ന് പറഞ്ഞു. അപ്പം അത് വാങ്ങിച്ചോണ്ട് പോവാം. ഉണ്ണിയാ മന്തിക്ക് വേണ്ടി വെള്ളം വായിക്കൊണ്ടിരുന്നത്. നീ അല്ലേ മന്തി വേണം വെള്ളം വായിക്കൊണ്ടിരുന്നത്? ഞാൻ മുടി വെട്ടാൻ വേണ്ടി സേറ പോയി. ഞാൻ മുടി വളർത്താൻ മൊത്തം കഴിഞ്ഞ് പണ്ടത്തെ പോലെ വളർത്തി പുറകോട്ട് കെട്ടി വെച്ചാണ്. അതുകൊണ്ട് ഞാൻ വെട്ടാൻ ചെയ്യും. പക്ഷെ കഷണി വേണം. പണ്ടത്തെ ഞാൻ മുടിയുടെ ഇതൊക്കെ പോയി വളർത്തല്ലേ. നാട്ടുകാരി അടുത്ത അയ്യ. അപ്പം നമ്മള് മന്തിയൊക്കെ വാങ്ങിച്ച് തേണ്ട ഇവിടെ നിന്ന് ഇറങ്ങുവാണേ. ഇനി ഞങ്ങൾ പോകണ്ടേ. അപ്പം നമ്മള് ആന്റിയോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരാനേ. പായസം വെക്കുന്നുണ്ട്, കുടിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. അപ്പം ആന്റിയെ വീട്ടിൽ പോയി കൊണ്ടുവരണം. അപ്പൊ ഇവിടുന്ന് നേരെ ആന്റിയുടെ വീട്ടിലോട്ട് പോയി ആന്റിയും കൂടെ വിളിച്ചുകൊണ്ട് നേരെ ചേച്ചിയുടെ അങ്ങോട്ട് പോവാം. ഓക്കെ ആണോ? നീ ഓക്കെ ആണെങ്കിൽ അത് ചെയ്യത്തുള്ളൂ. നീ പറയുന്ന പോലെ. നീ ഓക്കെ ആണോ? അല്ലെങ്കിൽ അല്ലെന്ന് പറഞ്ഞോ? അതേ തന്നെ ഇപ്പോൾ ഇറക്കി വിടുവാ. നീ ഓക്കെ അല്ലെങ്കിൽ. ഇത് നമ്മള് തെങ്ങനായിന്ന് വന്നിട്ട് ആന്റിയുടെ വീട്ടിലോട്ട് പോകാനുള്ള ഒരു എളുപ്പവഴിയാണ്. ഈ വഴി ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലാത്ത വഴിയാണ്.
ഞാൻ പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന വഴി കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ജെറുസലേം മൗണ്ട് ഹയർ സെക്കൻഡറി സ്കൂള്. ഞാനിവിടാണ് ഹൈസ്കൂളും പ്ലസ് ടു ഒക്കെ പഠിച്ചത്. ഒത്തിരി കഥകൾ പറഞ്ഞ് നടന്ന വഴിയാണ്. എന്നിട്ട് ഇവിടെ ഒരു കുരിശുതൊട്ടിയുണ്ട്. ഇതിൽ നമ്മൾ അങ്ങോട്ട് ഇല്ല. കുരിശുതൊട്ടി ഞാനും ചേട്ടച്ചാരുടെ രാവിലെ ഒരു സ്കൂട്ടർ എടുത്തോണ്ട് ഇതിലെ വന്ന് അന്ന് കൊച്ചിയിലെ ഇവിടെ വന്ന് അവൻ എന്തോ ആക്സിഡന്റ് കൂടുതൽ കൊടുത്തത് ഇവിടെ വന്ന് ചരലെ തെന്നി മറിഞ്ഞു വീണത്. ഇപ്പഴാ ചരലുണ്ട് കേട്ടോ. അയ്യോ, ഈ വഴിയൊന്നും മറക്കാൻ പറ്റത്തില്ലാത്ത വഴിയാണ്. ഈ വഴി എത്ര പെൺകുട്ടികളുടെ കൈ പിടിച്ച് നടന്നാണെന്ന് നിനക്കറിയാമോ മോനെ? നാട്ടുകാർക്കല്ലേ അറിയാറും. അങ്ങനെ വേണ്ട നമ്മള് സ്കൂളിൽ വാതിലെത്തിയുണ്ട്. ഇതൊന്നും മറക്കാൻ പറ്റില്ല. ഇതിലൊക്കെ ഒത്തിരി നടന്ന് വഴിയിലാണ്, താഴത്തെ വഴിയിലാണ് ബസ് വരുന്നത് കേട്ടോ. താഴെ പുല്ലുവാട്ട് പഠിക്കാൻ വന്നിട്ട് അവിടെ നടക്കും. വൈകിട്ട് ഇതുപോലെ കഥകൾ പറഞ്ഞ് തിരിച്ച് നടക്കും. പഠിക്കാൻ വന്നെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. പഠിക്കാൻ വരാൻ നമ്മളിങ്ങനെ ആകത്തില്ലായിരുന്നല്ലോ. ഇതിനപ്പുറം ഒരു നമ്മുടെ പള്ളിവാതിക്കൽ തുമ്പിച്ചെന്ന് വിളിക്കുന്ന പുള്ളിയുടെ കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് മുട്ടായി വാങ്ങിച്ചിരുന്നത്. മുട്ടായി വേറെ വലുതൊക്കെ വാങ്ങിക്കായിരുന്നേ. പിന്നെ ഇതാണ് സ്കൂളിലോട്ടുള്ള വഴി. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ സ്കൂളിന്റെ എൻട്രൻസ്. ഇതുണ്ടോ ജെറുസലേം മൗണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇതിലെ അകത്തോട് പോകണം. ഇവിടെ നമ്മുടെ ഒരു അവിടുത്തെ ഒരു ആന്റി, കുഞ്ഞുമോൾ ആന്റിയുടെ കടയുണ്ടായിരുന്നു. ആ കടയിൽ നിന്ന് ഉച്ചയ്ക്ക് പപ്സ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നേരെ താഴോട്ട്, ഇവിടെ നേരെ താഴോട്ട് പോകുന്നതാണ് നമ്മുടെ വള്ളിക്കാട് തേറായിട്ട് പോണ വഴി. ഈ വഴിയൊന്നും ഇന്ന് അന്നൊക്കെ ഇവിടെ ഇല്ല, റബ്ബർ തോട്ടായിരുന്നു കേട്ടോ. ഇവിടെ റബ്ബർ തോട്ടായിരുന്നു. ഈ റബ്ബർ തോട്ടത്തിന് ഇവിടെയാണ് ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറുണ്ടെടുത്തത്. ആ കാണുന്ന കേട്ടിട്ടുണ്ടോ? ഇവിടെ ഞങ്ങൾ പ്ലസ് ടു പഠിച്ചത്. ഏറ്റവും കുഴപ്പന്മാരായിരുന്നു ഞങ്ങൾ. ഈ റബ്ബർ തോട്ടത്തിന്റെ സൈഡിൽ വന്നിരുന്നാണ് ചോറുണ്ടെന്ന്. ചോറുണ്ട് ഞാന് നമ്മുടെ ജൂവിനെ, പിന്നെ അങ്ങനെ കുറെ കൂട്ടുകാഴ്ചകളുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാം ഇവിടുന്ന് കഴിക്കും. പിന്നെ താഴെ ഒരു കൂട്ടുകാരൻ്റെ വീടുണ്ട് പള്ളിക്കാട് തേറാട്. അവിടെ അവന്റെ അടുക്കെ പോയി അവന്റെ വീട്ടിൽ പോയാൽ മിക്കപ്പോഴും കഴിക്കുന്നത്. ചിലപ്പോൾ ചോറ് കൊണ്ടുവരത്തില്ല. ചോറ് കൊണ്ടുവരാതെ അപ്പുറം കുഞ്ഞുങ്ങളുടെ കടയിൽ പോയി പപ്സ് കഴിക്കും. അയ്യോ, എന്നൊക്കെ രസമായിരുന്നു. പിന്നെ ചില ദിവസങ്ങൾ ഇതിലെ നടന്നിങ്ങനെ വാതാമ്പള്ളിൽ ഇറങ്ങി വീട്ടിൽ പോകായിരുന്നു. സ്ഥിരം ഇതിലെ കടന്ന് കണക്കമായിരുന്നു നമ്മുടെ പരിപാടി. പഠിച്ചെന്ന് പറയാൻ പറ്റില്ല. സ്കൂളിൽ പോയിട്ടുണ്ട്. അയ്യോ, പക്ഷെ ഇതൊക്കെ ഒത്തിരി മാറിപ്പോണ്ട്. ഇഷ്ടം പോലെ വീട്. അന്ന് ഇവിടെ മുഴുവൻ കാടും മരങ്ങളും ഒക്കെ ആയിരുന്നേ. വഴിയൊന്നും കൊള്ളതൊന്നുമില്ല. ഇപ്പൊ ഇഷ്ടം പോലെ പുതിയ വീടുകളും. ഞാൻ ഒത്തിരി കാലം കൂടി ഇതിലെ വരുന്നേ. വഴിയൊക്കെ കംപ്ലീറ്റ് മാറി കേട്ടോ. നല്ല രസമുണ്ട് ഇതിലെ വരാൻ വേണ്ടിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ വാത്താനം പള്ളി കേട്ടോ. വാത്താനം പള്ളി കണ്ടോ? പള്ളി കണ്ടോ? വെള്ളം ഇഷ്ടംപോലെ വെള്ളമാണ്. അവിടെ കണ്ടത് ഇവിടെ വെള്ളം കേട്ടോ. നമുക്ക് അതിന്റെ വാതൊക്കെ ജസ്റ്റ് പോയിട്ടില്ല. ഇത് നമ്മുടെ പടിയരക്കടവിലോട്ടുള്ള വഴിയാണ്. ഇവിടെ കുറച്ച് വെള്ളമായിരിക്കും. അപ്പൊ പോയി നോക്കാം. മഴ പെയ്യോ? പണ്ടൊക്കെ ഞങ്ങൾ ലോറിയെ പോയിക്കൊണ്ട സമയത്ത് ഇവിടെ വന്ന് വണ്ടി കഴുകുമായിരുന്നു. ലോറിയെ വെള്ളം പൊട്ടാൻ വഴി മൊത്തം വെള്ളം. വണ്ടി കഴുകാൻ വരുവായിരുന്നു ഞങ്ങൾ. വണ്ടി കേട്ടോ പോയേക്കാം. തിരിച്ചു പോയേക്കാം. വെള്ളം കണ്ട കായ്സ്. വഴി മുഴുവൻ വെള്ളം കണ്ട കായ്സ്. പോയേക്കാം. മഴ നല്ല രസമുള്ള സ്ഥലം. ഇവിടെ കണ്ടം അടിപൊളി. ഈ കണ്ടത്തിന് ഓപ്പോസിറ്റ് ആണ് ആന്റിയുടെ വീട് കേട്ടോ. കണ്ടത്തിന് നേരെ ഓപ്പോസിറ്റ് ആന്റിയുടെ വീട്. പണ്ട് ഇവിടെ നിന്ന് കാണാൻ ഇപ്പൊ മരങ്ങളൊക്കെ കാണാൻ പറ്റില്ല. ഇവിടെ പിന്നെ ചൂണ്ടയിടലുകാരുടെ ബഹളം. ചൂണ്ടയിടലുകാരുടെ ബഹളം. നമ്മൾ ഈ ഏരിയയിലേക്ക് നമ്മൾ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്ത കേട്ടോ. വെള്ളമുണ്ടോ? നമ്മൾ വെള്ളത്തിൽ കൂടെ പോകുന്ന കേട്ടോ ഗായ്സ്. ഡാഷ്ബോർഡ് കാണിക്കുന്നത്. തലകുത്തി പിടിക്കാൻ ഒന്നും കൂടെ ആയല്ലേ. പണി എവിടുന്ന വെള്ളം എന്റെ കാലം വീണു. ഇങ്ങനെ വെള്ളത്തിൽ കൂടെ നാലും പോകല്ലോ. നമ്മൾ ഇതിലെ വന്നത് കൊണ്ട് നമുക്ക് ഇനി പോകണമെങ്കിൽ തിരിച്ചൊരു 3-4 കിലോമീറ്റർ തിരിച്ചു പോകണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മള് വെള്ളത്തിൽ കൂടെ ഇറങ്ങി വണ്ടി പോകുന്നത് സേഫ് ആണെന്ന് കണ്ടോണ്ട് മാത്രമേ കേട്ടോ വെള്ളത്തിൽ കൂടെ ഇറങ്ങിയത്. നമ്മുടെ ചെറിയ വണ്ടിയാ വന്നേ. പിന്നെ ഉച്ച വരെ മഴയില്ലായിരുന്നു. ഇപ്പൊ അതിശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. നാളെ പിള്ളേർക്ക് അവധി ആയിരിക്കാനാണ് സാധ്യത. അപ്പത്തെയാണ് ഗായ്സ് നമ്മൾ ആന്റിന്റെ വീട്ടിലെത്തി. സാധാരണ നമ്മൾ പെണ്ണുങ്ങളോടൊക്കെ ഒരുങ്ങാൻ പറഞ്ഞ ഒരു സമയം പറഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് സാധനം ഒരുങ്ങാറുള്ളൂ കേട്ടോ. പക്ഷെ ആന്റിയോട് ഞാൻ 5 മണിന്നാ പറഞ്ഞത്. ഇപ്പൊ 5:10 ആയതേ ഉള്ളൂ. 4:45 തൊട്ട് എന്നെ വിളിക്കാൻ തുടങ്ങി. ഞാൻ ഇപ്പൊ 4 പ്രാവശ്യം വിളിച്ചു കേട്ടോ. ആന്റി മോടെ വീട്ടിൽ പോകാനുള്ള ആ ഒരു ശുഷ്കാന്തിയും ആ ഒരു ഇതിന്റെയും കൊണ്ട് ആ ഒരു സന്തോഷത്തിന്റെയും കൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് ഒരുങ്ങുന്നു. നീ പറഞ്ഞില്ലേ തിരിച്ചങ്ങനെ വരും? നിങ്ങൾ അവിടെ നടന്നില്ലോ? ഞാൻ കേട്ടൊന്നുമില്ല. ഞാൻ കൊണ്ടുവിടുന്നില്ല. കിട്ടത്തില്ല. നീ കിട്ടിയ തന്ത്രം കിട്ടിയാലും കുഴപ്പമില്ല. ആയപ്പോഴാണ് നീ ഒരുങ്ങാൻ പറഞ്ഞത്. വിളിച്ചു വെച്ചപ്പോ ഞാൻ പറഞ്ഞു ഇനി കുഞ്ഞാന്റിക്ക് മോളെ വീട്ടിലോട്ട് പോകാനുള്ള. എന്നാളെ പറഞ്ഞേ
ശുഷ്കാന്തി കൊണ്ടാണോ ആ ഒരു മോളോടുള്ള ആ ഒരു ഇത് കൊണ്ടാണോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഗൈസ് എന്ന് പറഞ്ഞു. എടാ 3-4 മാസമായി ഒന്ന് പോയിട്ട് ഒത്തിരി ആയി ഞാൻ ഒരുങ്ങാട്ടി തുടങ്ങിട്ട് ഓട്ടോയ്ക്ക് പോകാൻ ഒരു പേടി വഴിയതല്ലേ പിന്നെ വന്നു പോയെങ്കിൽ കിടക്കപ്പുറം വരുവാ അപ്പൊ നീ കാരണം കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ ഏറ്റവും നല്ല കാര്യം ഇവിടെ സഞ്ജു എത്ര കൊടുക്കില്ലേ അങ്ങനെ വാങ്ങിച്ചു വന്ന മന്തിയൊക്കെ ടേബിളെ സെറ്റ് ചെയ്ത് റെഡിയാക്കി നിർത്തി കേട്ടോ. ഒരു ഫുൾ മന്തി, നോർമൽ മന്തിയാണ്, പിന്നെ സ്പൈസി മന്തി വാങ്ങിച്ചു. പിന്നെ എല്ലാവരും ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. വെക്കൊച്ചൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. എല്ലാവരും ആഘോഷമായിട്ട് ഇരുന്ന് കഴിക്കുക ഒരു രസമാണ് കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂടാറുള്ളതാണ് പല പ്രാവശ്യമായിട്ടൊക്കെ പല സ്ഥലങ്ങളിൽ ആന്റിയുടെ വീട്ടിലും ചേച്ചിയുടെ വീട്ടിലൊക്കെ ആയിട്ട് കൂടും. അതൊരു സന്തോഷവും ഒരു ഇതാണ്. അമ്മയുള്ളപ്പം തൊട്ടേ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉള്ളപ്പോൾ കൂടുന്നതാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിരുന്ന് മന്തി കഴിക്കുക. അത് ഒരു രസമാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് നമ്മുടെ സങ്കടങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നൊക്കെ ഒരു റിലീഫും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പായസം ഉണ്ടായിരുന്നല്ലോ. പായസം ഇടയ്ക്ക് കുടിച്ച് അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിന്റെ എല്ലാവരും കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് സന്ധ്യയായി ഞങ്ങളെല്ലാവരും ഇറങ്ങാനുള്ള പരിപാടി. ഇനി ആന്റിയെ കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നു. ആന്റിക്ക് സർജറി കഴിഞ്ഞാൽ ഓട്ടോയിൽ പോകുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാറേ പോയി കൊണ്ടുവന്നത്. അത് ആന്റി 2-3 മാസം കൂടി ചേച്ചിയുടെ വീട്ടിലോട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഞാൻ ഒത്തിരി കാലം കൂടിയാണ് നമ്മൾ ഇത്രയൊരു വലിയ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതുപോലത്തെ നമ്മുടെ ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഇതുപോലത്തെ വലിയ വീഡിയോ ഒക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാവേ. അങ്ങനെ ഞങ്ങളെല്ലാം രാത്രി ആയപ്പോൾ പിരിഞ്ഞ് ആന്റിയെ കൊണ്ട് വീട്ടിലും വിട്ട് ഞാനും കൊച്ചും വീട്ടിലും വന്നു. അങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷവും പരിപാടികളൊക്കെ കഴിഞ്ഞ്